ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടിരുന്നു രാഹുൽ ഈശ്വറിന് ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ ആ ഒരു കാര്യം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് നമ്മുടെ സമാധിയുടെ ഒരു വലിയൊരു തരംഗം ഉണ്ടായത്. ആരും അതിന് പിന്നെ ബോച്ചയുടെ പുറകെയും പോയിട്ടില്ല, ഈ ഹണി റോസിന്റെ പുറകെയും പോയിട്ടില്ല, രാഹുൽ ഈശ്വറിന്റെ പുറകെയും പോയിട്ടില്ല, ആരുടെയും പുറകെ പോയിട്ടില്ല. അതങ്ങനെയാണ്. ഇന്നത്തെ കാര്യം ഇന്ന് കഴിഞ്ഞു. ഇനി പുതിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം മറന്നു എല്ലാവരും. പിന്നെ അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകണം ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കാനായിട്ട്. എന്തായാലും രാഹുൽ ഈശ്വറിന് സ്വന്തം കാര്യം മറക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യം മുതലേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്ന ഡബിൾ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയേണ്ട സാഹചര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞതാണെങ്കിൽ ഓക്കെയാണ്. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചില സന്ദർഭങ്ങൾ ശരിയായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇത്രയധികം ക്രൂശിക്കുന്ന എല്ലാവരോടും ഒറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളിൽ ആർക്കൊക്കെ മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ മറ്റൊരു സ്ത്രീനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഏതെങ്കിലും പ്രായത്തിൽ, നിങ്ങളെല്ലാവരും കൊച്ചുകുട്ടികളൊന്നുമല്ലോ, ഈ കമന്റ് അടിക്കുന്ന അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ എതിർക്കുന്ന ആളുകൾ നിങ്ങൾ അത്രയും നല്ല പുണ്യാളന്മാരായിട്ടുള്ള ആളുകളാണോ? നിങ്ങൾ എല്ലാവരും ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഈ സോഷ്യൽ മീഡിയകളിലെല്ലാം ആയിക്കോട്ടെ, അല്ലെ കൺമുന്നിലായിക്കോട്ടെ, ആ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ കാണാവുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു പെണ്ണിനെ പറ്റി നിങ്ങൾ ഒരിക്കൽ പോലും മനസ്സിൽ നിങ്ങൾക്ക് ഒരു ചിന്തയും ഉണ്ടാകാത്ത അത്രയും നല്ല പുണ്യാളന്മാരായിട്ടുള്ള ആളുകളാണോ? ഈ പറയുന്ന, ഇനി ഞാൻ പേര് പറഞ്ഞിട്ട് അതിന്റെ പുറകെ തൂങ്ങാൻ മേല, നമ്മുടെ തേൻ റോസാപ്പൂ ചേച്ചി പോകുന്ന സ്ഥലങ്ങളിൽ കൂടുന്ന ആളുകൾ അവിടെ വരുന്നത് ഈ സ്ത്രീയുടെ ശരീരം കാണാനാണോ അതോ ഈ സ്ത്രീയോടുള്ള ബഹുമാനവും സ്നേഹവും കണ്ടാണോ? അവിടെ കൂടിയിരിക്കുന്ന 99% ആണുങ്ങൾ തന്നെയാണ്. ആ ആണുങ്ങളെല്ലാം വന്നേക്കുന്നത് ഈ പറയുന്ന നടിക്ക് അഭിനയിക്കാനുള്ള കഴിവ് കൊണ്ട് ആളുകളിലേക്ക് ഇടം പറ്റിയ ആളൊന്നുമല്ല. ഈ പറയുന്ന ഇനോഗ്രേഷനിലൂടെ മാത്രം ആളുകളിലേക്ക് എത്തിയ ആളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇട്ടുകൊണ്ടുവരുന്ന വസ്ത്രവും അവരുടെ ശരീരത്തിന്റെ ഓരോ അംശവും വെളിയിലേക്ക് കാണാവുന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രമില്ലാതെ വരുന്നതിന് തുല്യമായിട്ടുള്ള വസ്ത്രം ഇട്ടുകൊണ്ടാണ് അവർ ഓരോ ഉദ്ഘാടന ചടങ്ങുകളിലും വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മയോടോ ഭാര്യയോടോ എത്ര പെണ്ണുങ്ങളുണ്ട് ഈ പറയുന്ന ചേച്ചിയുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെടുന്ന ആളുകൾ? ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ധരിക്കേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോകുന്ന വസ്ത്രധാരണവും നമ്മുടെ ഒരുങ്ങുന്ന രീതിയോ ആഭരണങ്ങളോ മേക്കപ്പോ ഒന്നും ആയിരിക്കത്തില്ല നമ്മൾ ഒരു മരണ വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടി ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ അവർക്ക് വളരെ വ്യക്തമായിട്ട് ഇള്ളാക്കുഞ്ഞല്ല, പൊട്ടിയല്ല, മന്ദബുദ്ധിയല്ല, ഒന്നുമല്ല, അവിടെ കൂടിയിരിക്കുന്ന ഓരോ ആണുങ്ങളുടെയും നോട്ടം എവിടെയാണ് വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഒരു ചിന്തയെ അവര് വിജയകരമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടന്നത് കൊണ്ട് മാത്രമാണ് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ദിവസത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിച്ച് അവര് വന്ന് ഇത്രയധികം കേരളത്തില് അവര് ഉദ്ഘാടനങ്ങൾ ചെയ്യാത്ത ഒരു കുറഞ്ഞ 10 ഉദ്ഘാടനമെങ്കിലും ഓരോ ജില്ലയിലും അവർ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ ഓരോ ഉദ്ഘാടനത്തിനും 1 ലക്ഷവും 2 ലക്ഷവും അല്ല, അതിന്റെ മുകളിൽ വാങ്ങിച്ചുകൊണ്ടാണ് അവർ ആ ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും നാള് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ പല ഉദ്ഘാടന ചടങ്ങുകളിൽ വന്നപ്പോഴും ഇവർക്കൊന്നുമില്ലാത്ത, നമ്മളിപ്പോ ഒരാളിൽ നിന്നൊരു മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പണ്ടുള്ളവർ പറഞ്ഞു കേട്ടില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇത് വീണ്ടും വീണ്ടും പോയി ചൂടുവെള്ളത്തിൽ ചാടിയിട്ട് ഒരു 5 വട്ടം ചാടി കഴിഞ്ഞാൽ പറയുക ഇല്ല ചൂടുവെള്ളം അത് ചൂടാണ് പൊള്ളുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കഥ? ആ ഒരു അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ കാണിക്കാൻ വന്ന കാര്യം ഞാൻ ഒരുപാട് സംസാരിച്ച് മാറിപ്പോയി. രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരും തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനുള്ള തെളിവുകളോ സാഹചര്യങ്ങളോ അല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം വെളിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ രാഹുൽ ഈശ്വർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇതുപോലെ രാഹുൽ ഈശ്വർ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് വളരെ നല്ല കാര്യമായിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മുടെ ഈ നാട്ടിലെ നിയമത്തിൽ ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയെ വളരെ മോശമായ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അപ്പോ ഇനിയെങ്കിലും ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? നമസ്കാരം. ഒരു കുഞ്ഞു വിജയം പങ്കുവെക്കാനാണ്. വല്ലപ്പോഴുമാണ് പുരുഷന്മാർക്കും നമ്മൾ ആണുങ്ങൾക്കും ഒക്കെ വിജയം കിട്ടുന്നത്. അപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ബ്രേക്കിംഗ് സ്റ്റോറിയായി
ഒരു വാർത്ത പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോണിന്റെ ബൈറ്റൊക്കെ എടുത്തു. അപ്പം നിങ്ങളുമായി കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഹണി റോസിന്റെ പരാതി, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. സമകാലിക മലയാളം. രാഹുൽ ഈശ്വറിനെതിരായ പരാതി, കേസെടുക്കാൻ വകുപ്പില്ല. ന്യൂസ് 18. വകുപ്പില്ല എന്ന് മറ്റ് പല മാധ്യമങ്ങളും. രാഹുൽ ഈശ്വറിനെ പ്രതി ചേർത്തിട്ടില്ല, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ പോലീസിന് നന്ദി പറയുന്നു. പോലീസിന് നിയമോപദേശമോ പ്രാഥമിക അന്വേഷണമോ ഒക്കെ നടത്തിയവരുടെ നന്ദി പറയുന്നു. രാഹുൽ ഈശ്വർ ഇന്നസെന്റ് ആണ്, ക്ലീൻ ചിറ്റ് തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കാര്യം എങ്ങനെങ്കിലും കുറെ കാലം മോശക്കാരനായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളതുകൊണ്ട് അവരങ്ങനെ തന്നെ പോവുമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നലെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് പറഞ്ഞത്. കേസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേസില്ല, വകുപ്പില്ല, പ്രതി ചേർക്കാൻ പറ്റിയിട്ടില്ല, പ്രതി ചേർത്തിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും അതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ പഴയൊരു എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ CPM-നോട് ആശയപരമായി എതിര് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ CPM-ന്റെ TV രാജേഷ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വേദന എന്നെ വളരെയധികം സ്വാധീനിച്ചു. എത്ര പേർക്ക് ഇത് കാണാൻ കഴിയുമെന്നറിയില്ല. ഈ ചിത്രങ്ങൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ എന്നും ആ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ ചിത്രങ്ങളാണ്. അതൊന്ന് പങ്കുവെക്കാൻ കൂടിയാണ് നിങ്ങളുമായി വരുന്നത്. നിങ്ങൾക്ക് അതിന്റെ റിഫ്ലക്ഷൻ അടിക്കാതെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആ രംഗങ്ങൾ ഇങ്ങനെയാണ്. ആ രംഗം ഓരോ പുരുഷന്റെയും കരച്ചിലാണ്. അതായത് രാജേഷിന്റെ അടക്കമുള്ള അതായത് ശ്രീ TV രാജേഷിന്റെ ആ കരച്ചിൽ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് വേദനയും വിഷമവും അന്നും ഇന്നും തോന്നിയതാണ്. പുള്ളിയുടെ ആശയപരമായിട്ടൊക്കെ എതിർപ്പുണ്ട്. പക്ഷേ ഒരു ആണ് അദ്ദേഹത്തിനെതിരെ വനിതാ വാച്ചാൻ വാർഡിനെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് വന്നത്. അപ്പൊ അദ്ദേഹം പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് കുടുംബമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നിയമസഭയുടെ മന്ദിരത്തിന് മുമ്പിൽ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പൊട്ടി കരയുകയാണ്. കാണുന്ന ഓരോ പുരുഷനെയും ആരോപണം ഉന്നയിക്കുമ്പോൾ, കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് തന്നെ അവരുടെ മനസ്സിൽ. ചിലപ്പം ഡോക്ടർ അരുൺ വെളിയിൽ കരയില്ല, വെളിയിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയി നിൽക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വേറെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ, ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ മനസ്സിൽ ഒരുപാട് കരയുന്നുണ്ടായിരിക്കും. പുള്ളി ഒരിക്കലും തന്റെ വിഷമം വെളിയിൽ കാണിക്കാറില്ല. പക്ഷേ അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളിയെ പോലെ സ്റ്റാറായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് എത്രമാത്രം നിവിൻ പോളി എന്ന ബ്രാൻഡിനെയൊക്കെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി, അദ്ദേഹത്തിൻ്റെ 1 കോടി രൂപ തട്ടിയെടുക്കാനാണ് ഈ വ്യാജ പരാതിക്കാരി ശ്രമിച്ചത്. ഈ സ്ത്രീക്കെതിരെ 49 കേസുകളോളം ഉണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ്, രാഹുൽ ഈശ്വർ പറഞ്ഞൊന്നുമല്ല, കൗസർ എടപ്പകത്തിന്റെ ഹൈക്കോടതിയുടെ ബെഞ്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ എക്സാക്ട്ലി പറയുന്നത്. ഇതൊക്കെ ചുമ്മാ സിനിമാ കഥ പോലെയാണ്. ഈ സ്ത്രീക്ക് 49 കേസുകളിൽ പെട്ടു എന്നറിയുന്നത് അത്ഭുതപ്പെടും. അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖ് അടക്കമുള്ളവർ മനസ്സിൽ കരയുകയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിന് എത്രമാത്രം ദോഷങ്ങൾ ഉണ്ടായെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശ്രീ സിദ്ദിഖിനെതിരെയുള്ള വ്യാജ പരാതി 100% വ്യാജ പരാതിയാണ്, നാളെ തെളിയുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഓർത്തിരുന്നാൽ മതി. അദ്ദേഹത്തിന് 10, 30, 40 ലക്ഷം രൂപയെങ്കിലും ചിലവായി കാണും സുപ്രീം കോടതിയിൽ മുകുൾ റോഹത്തഗിയെ കൊണ്ടുവരാൻ. അദ്ദേഹത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ ഓൾറെഡി ആ സ്ത്രീയെ സർവൈവറാക്കിയാണ് പ്രഖ്യാപിച്ചു. അതിജീവിതയായി കഴിഞ്ഞു. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയായി. ആരാണ് അതിജീവിത? അതായത് ചൈന എന്ന രാജ്യത്ത് കൂടെയുള്ള 32 പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യമുണ്ട്, ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം പുറത്താക്കിയ സ്ത്രീ ഈ നാട്ടിൽ വന്ന് വ്യാജ പരാതി പലർക്കെതിരെ ആദ്യം ഉന്നയിച്ചു. എന്നിട്ട് ആദ്യം ഫേസ്ബുക്കിൽ സിദ്ദിഖിനെതിരെ പറഞ്ഞില്ല, പിന്നീട് രണ്ടാമത് വന്നപ്പോൾ സിദ്ദിഖ് സംസാരത്തിലൂടെ സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അവസാനം സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു ഉളുപ്പില്ലാതെ കള്ളം പറയുന്ന ഇതുപോലത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പ്രശ്നം ഇതാണ്, ആണുങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി ബാധിക്കും. നമുക്ക് കയ്യിലുള്ള കാശ് കോടതികളിലെ അഡ്വക്കേറ്റ്സിന് ഒരുപാട് കൊടുക്കേണ്ടി വരും. മീഡിയയിലും മറ്റും വളരെയധികം നാണം കെടും. എന്നും ഇതെല്ലാം ഗൂഗിളിലും മറ്റും കിടക്കുകയും ചെയ്യും. ഇന്നും TV രാജേഷ് ശ്രദ്ധിച്ചാൽ യൂട്യൂബ് സെർച്ചിൽ ആദ്യം സജഷൻ വരുന്നത് TV രാജേഷ് ക്രൈയിങ് ആണ്. അല്ലെങ്കിൽ ആദ്യം വരുന്ന കാര്യങ്ങളിലൊന്ന് TV രാജേഷ് ക്രൈയിങ് ആണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ വളരെയധികം ബാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഈ ഫെമിനിസ്റ്റുകളും ലിബറലുകളും കൂടെ തിരിച്ചറിയണം. എനിക്ക് അവരോടൊന്നും വിരോധമില്ല, ആശയപരമായി വിയോജിപ്പാണ്, പക്ഷെ അവരോടൊന്നും വിരോധമില്ല. പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് കുടുംബം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സഭ്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, സംസ്കാരവും മാന്യതയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. അത് ഞാൻ പറയുന്നത് ഞാൻ ശ്രീരാമനോ ഹരിചന്ദ്രനോ ഒന്നും ആണെന്നല്ല. നമ്മളെല്ലാം നമ്മുടേതായ
എന്താ പറയണേ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കണ്ടേ? ഒരു മിനിമം ആശയം നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ? അല്ലെങ്കിൽ സഭ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ? എല്ലാത്തിനും ഒരു ലക്ഷ്മണ രേഖയില്ലേ? ഞാനും അങ്ങനെ പുണ്യാളനാണോ ഹോളിയർ ദാൻ ദോ ആണെന്നൊന്നും അല്ല പറയണത്. പക്ഷേ ഒരു മാന്യതയും മര്യാദയും ഉയർത്തിപ്പിടിക്കണം. എന്തായാലും പോലീസ് എനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. അത് പോരാട്ടത്തിലെ ചെറിയൊരു വിജയമാണ്. ഇനിയും ശക്തമായി പോരാട്ടം തുടരും. ഒരു കാരണവശാലും ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്കും തീവ്ര ലിബറലുകൾക്കും മുമ്പിൽ അടിയറവ് പറയില്ല. ഇത് തീവ്ര ഫെമിനിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ, സഭ്യത തകർക്കാൻ നോക്കുന്ന, സംസ്കാരം തകർക്കാൻ നോക്കുന്ന തീവ്ര ഫെമിനിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം 100% മുമ്പോട്ട് കൊണ്ടുപോകും. നമസ്കാരം, ജയ് ഹിന്ദ്.